ഈ ഏടത്തിയമ്മന്നുള്ള വിളി ഒരു സുഖമില്ല ഏടത്തിയമ്മേ, എന്തോ ഒരു അകൽച്ച പോലെ. ഞാൻ ഗൗരിന്ന് വിളിക്കട്ടെ? ആ അല്ലേ വേണ്ട, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് ഒറ്റയ്ക്കാകുമ്പോ വിളിക്കാം. അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല. ഗൗരിയടുത്ത് എന്തെങ്കിലും വിളിക്കുക, ഒന്നില്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യയല്ലേ. പിന്നെ അവള് പറഞ്ഞ ശരിയാ, ഗൗരി എടുത്തമ്മേന്നായാലോ? ആ വലിയ കുഴപ്പമില്ല. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. അയ്യോ അത് കൊളുത്താൻ പാടില്ല. അതെന്താ? അതൊരു പഴയ കഥയാ, വെള്ളച്ചി പറഞ്ഞെന്നാ. ഈ വെള്ളച്ചിക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല. പണ്ട് പണ്ട് ജാമ്പോന്റെ കാലത്തൊറ്റാവും ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളുത്തി വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന്. കാശിക്കും പറ്റാ, പിന്നെ വന്നതേയില്ല. അതിനുശേഷം ആരും വിളക്ക് കൊളുത്താറില്ല. ഓഹോ, ഇത് അന്ധവിശ്വാസമാണോ? നന്ദൻ പറയാ അന്ധവിശ്വാസാണെന്ന്. എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ ഈ വിളക്ക്. അയ്യോ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഈ കാവില് മാസത്തിൽ ഒരു ദിവസം ഒരു കോമാളി വരും. കോമാളിയോ? ഒരു ചീമ്പ്രക്കണ്ണൻ. അയാളുടെ 2-3 ചിങ്കിടികളും എന്നെ നടുവിലിരുത്തിയിട്ട് ബ്രീം 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 എന്നൊരു പാട്ടും. പാട്ടോ? പൂജ അത്രേ, ഗന്ധർവം പൂജ. അതിന് എന്നെ പിടിച്ചിരുത്തുന്നതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. ആ പാട്ടാണെങ്കിലോ ചെവി പൊട്ടും. പൂജ എന്ന് പറഞ്ഞാലേ അമ്മൂച്ചക്ക് ദേഷ്യ. അപ്പൊ പോയി ഒളിക്കും കയ്യാലേല്. എന്തിനാ ദേഷ്യം? കോമാളിയാ, സൂക്കേട് മരം പൂജ എന്നൊക്കെ പറഞ്ഞ്. സൂക്കേടോ? എന്താ വല്യമ്മ വിളിക്കണു, പോവാ. ഗൗരി എടുത്തമ്മേ. എന്തേ? ഇവിടുന്ന് നോക്കുമ്പോഴേ ശരിക്കും പരമോൻ തന്നെ കേട്ടോ. എടി നിന്നെ